കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ കോട്ടയത്ത് നീരിക്കാട് ഒരു അഡ്വക്കേറ്റ് പുള്ളിക്കാരത്തിയുടെ 2 പെൺമക്കളുമായിട്ട് 5ഉം 3ഉം വയസ്സുള്ള 2 പെൺമക്കളുമായിട്ട് മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നമാണ് കാര്യമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പൂവത്തുങ്കൽ ജിമ്മി എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊണ്ണമാങ്കൽ ജിമ്മി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പറയുന്ന അഡ്വക്കേറ്റിന്റെ ഭർത്താവ്. ജിമ്മിയുടെ അമ്മ ബീന ടീച്ചറാണ്. സെന്റ് മേരീസ് നീറിക്കാട് ആ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ തൊണ്ണമാങ്കൽ ഉപ്പച്ചൻ ആണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അതായത് ജിമ്മിയുടെ അച്ഛൻ. ജിമ്മി നീർക്കാട് അറിയപ്പെടുന്ന ഒരു വലിയ സാമ്പത്തിക ശേഷിയും കുടുംബ പശ്ചാത്തലവുമുള്ള ക്നാനായ സമുദായത്തിലെ ഒരു വലിയ കുടുംബ അംഗമാണ്. പുള്ളിക്കാരന് ബസ്സൊക്കെ ഉണ്ട്. നീർക്കാട് പള്ളിയുടെ ക്നാനായ പള്ളിയുടെ ഈ ട്രസ്റ്റി കാര്യവും കുണാണ്ടറും ഒക്കെയാണ് ഈ പറയുന്ന ജിമ്മി. ഇവിടെ എനിക്ക് കുറച്ച് സംശയങ്ങളാണ്. ഇതൊരു ആത്മഹത്യ തന്നെയാണോ എന്നുള്ള ഒരു സംശയമാണ്. കാര്യം ഇത് ചൊവ്വാഴ്ചയാണ് ഈ സ്ത്രീയും കുട്ടികളും ഈ ആറ്റിൽ ചാടി മരിച്ചത്. വീട്ടിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ഈ മരിച്ച സ്ഥലം. അവിടുന്ന് സ്കൂട്ടർ ഓടിച്ചാണ് ഈ പെണ്ണ് പോയത്. നീർക്കാട് പള്ളിയുടെ വാതിൽ കൂടിയാണ് പോയത്. അവിടെ CCTV ക്യാമറ ഉണ്ട്. അപ്പോ രാവിലെ ഈ പെണ്ണ് പോയി ആത്മഹത്യ ചെയ്തു, ചാടി. ഒരു ഉച്ചയോട് കൂടി 3 ശരീരവും പൊങ്ങി എന്നുള്ളതാണ്. ചൂണ്ടയിടാൻ വന്നവര് ഈ 3 ശരീരവും പൊങ്ങി വരുന്നത് കണ്ട് അങ്ങനെയാണ് കണ്ടുകിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും മണിക്കൂറിനുള്ളിൽ ഈ 3 ശരീരം പൊങ്ങി വരുന്നത് ഒരു സംശയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ കൈ മുറിച്ചിട്ടുണ്ട്, ആത്മഹത്യാ ശ്രമം നടത്തിയതാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നും ഈ ഇത്രയും ദൂരം അല്ലെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ഓടിച്ച് വരണമെങ്കിൽ സ്കൂട്ടറിലാണ് പിള്ളേരുമായിട്ട് വരുന്നത്. കൈ മുറിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒന്ന് കെട്ടിവെക്കും. കാര്യം എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ രക്തം കാണും, ആൾക്കാർ കാണും, അല്ലെങ്കിൽ പിള്ളേർ കിടന്ന് കാണും. അതൊക്കെ സ്വാഭാവികമാണ്. കാര്യം പിള്ളേരെ മയക്കിയല്ല കൊണ്ടുവന്നത്, കാര്യം സ്കൂട്ടറിലാണ് കൊണ്ടുവന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവർക്ക് വിഷം കൊടുത്തു എന്നുള്ളത് എങ്ങനെയാണെന്നൊന്നും വ്യക്തമല്ല. ഈ സ്കൂട്ടറെ ഒന്ന് തളർത്തിക്കും കൊണ്ടുവരികയാണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കും, ആൾക്കാർ ശ്രദ്ധിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ വിഷത്തിന്റെ അംശം വീട്ടിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പിള്ളേർ കുടിച്ചോ ഇല്ലയോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ പറ്റും. അപ്പം ഈ മുറിപ്പാടൽ ഒരു ടാഗ്, ഒരു കെട്ടല്, ബാൻഡേഡോ എന്തെങ്കിലും തുണിയോ നമ്മൾ കെട്ടും. കാര്യം വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്തോട് പോകുമ്പോഴത്തേക്കിന് ബ്ലീഡിങ് ഉണ്ടാകാതെ ഇരിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു സൈക്കോളജിക്ക് അത് കെട്ടേണ്ടതാണ്. പക്ഷെ അത് കെട്ടിയിട്ടില്ല. പിന്നെ ഈ മണിക്കൂറുകൾക്കകം ഈ ശരീരം പൊങ്ങുക എന്നുള്ളത് റെയർ ആയിട്ടുള്ള ഒരു കേസാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കാണുമായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ദാരുണമായിട്ടുള്ള ഒരു കേസായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു അഡ്വക്കേറ്റ് ആണ്. നിയമത്തിനെ പറ്റി ശരിക്കും അറിയാവുന്ന, നമ്മളെ കഴിഞ്ഞ് കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹൈക്കോടതി അഭിഭാഷകയാണ്. പുള്ളിക്കാരത്തിക്ക് ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് അതൊരു ചോദ്യചിഹ്നമാണ്, വലിയ ചോദ്യചിഹ്നമാണ്. അതിലുപരി പുള്ളിക്കാരത്തി ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അരുണാപുരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു. അത്രയ്ക്കും ഒരു പദവി വഹിച്ചിരുന്ന ഒരു വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു മിടുക്കി സ്ത്രീ ഇത് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ദാരുണമായ അവസ്ഥയാണ്. കാര്യം പുള്ളിക്കാരത്തിക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിക്കാരത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 2020 കൂടി. കാര്യം എന്താണെന്ന് വെച്ചാൽ കെട്ടിച്ചു വിട്ട്, പണക്കാരുടെ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ ആ ബന്ധം തീരുന്നില്ല എന്ന് പറയുന്നത് ഇതാണ്. ഈ ഉള്ളടക്കം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ആരും ഒരു ആശ്രയമില്ലായിരുന്നു എന്നാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാര്യം ജിമ്മിയുടെ അമ്മ ബീനായുടെ ഒരു മകളുണ്ട്, ജിമ്മിയുടെ ഒരു ചേച്ചിയും ഉപ്പച്ചനും എല്ലാം ക്രിമിനലാണ്. ഈ ഒരു കേസിനകത്ത് അവർ കൊലയാളിയാണ്. എന്നിരുന്നാലും ഈ കൊലയാളികളുടെ കയ്യിൽ ഈ കുട്ടി, ഈ ജിസ്മോള് വസിക്കുമ്പോൾ ആ ജിസ്മോളുടെ അച്ഛന് ഒരു ഉത്തരവാദിത്വമുണ്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളത്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരാണും പെണ്ണും ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ആ ഭാര്യയ്ക്ക് ലോകം ഇടിഞ്ഞു വീണാലും അവൾ ചങ്കൂറ്റത്തോടെ നിൽക്കും, പ്രൊവൈഡഡ് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യും. അതാണ് ഒരു സ്ത്രീയുടെ മനോനില. ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ സ്ത്രീ ഏത് ലെവലും പോകും. മറിച്ച്
ഭർത്താവ് കൂടെ ഇല്ല, മാനസിക സപ്പോർട്ട് ഇല്ലെങ്കിൽ അവൾ ഒരു ഉറുമ്പ് കടിച്ചാൽ അവൾ തോറ്റുപോകും എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അച്ഛൻ, അത് പെൺകുട്ടിയുടെ അച്ഛൻ ആണ് കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ കാണുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ, കാര്യം അവളാണല്ലോ, ആ കുട്ടിയാണല്ലോ കല്യാണം കഴിച്ച് വേറെ വിട്ടത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അറിഞ്ഞിരിക്കണം ഇവര് തമ്മിലുള്ള ബന്ധത്തിൽ എത്രമാത്രം ദൃഢതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബം എല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. അത് വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുകയാണ്. ഈ ജിസ്മോളുടെ അച്ഛൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാര്, നാത്തൂന്, ഭർത്താവ്, അമ്മായിയമ്മ, അമ്മായിച്ചൻ എല്ലാം കൂടെ ചേർന്ന് മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്രയും പീഡനമുള്ള ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് ഒരു സപ്പോർട്ടോ എന്തെങ്കിലും ഒരു തുണയോ അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഒരു പത്രസമ്മേളനത്തിനകത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. ഞങ്ങള് എൻ്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അവര് ചേച്ചീനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ഈ പത്രസമ്മേളനത്തിനകത്ത് കണ്ടോ, ആ അനിയൻ, ജിസ്മോളുടെ അനിയൻ വികാരധീനനായിട്ട് പല പല കാര്യങ്ങളും പറയുമ്പോൾ ഈ അച്ഛൻ വന്ന് കൊട്ടുകയാണ്. അതോടുകൂടി ആ പരിപാടി നിർത്തുകയാണ്. അവർ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും പത്രക്കാർ വരുന്നു. അതിന്റെ കാര്യം എന്താ, അവര് ഈ ജിസ്മോളുടെ അച്ഛൻ എന്തോ മറയ്ക്കുന്നുണ്ട്. മറയ്ക്കുന്നത് ഒരു തെറ്റെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് എന്തിനും ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ജിസ്മോളിനെ ഇതിലേക്ക് നയിച്ചത്, അല്ലെ? അപ്പോ ഈ അനീച്ചാര് പറയുന്നുണ്ട്, ഈ മറ്റേ ജിമ്മി എന്ന് പറയുന്ന വ്യക്തി ഈ ജിസ്മോളുടെ ഫോൺ കൈക്കലാക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവര് ലാസ്റ്റ് ഞായറാഴ്ചയാണ് വിളിച്ചത്. ഞായറാഴ്ച വിളിച്ച് സംസാരിക്കുകയല്ല ഉണ്ടായത്, മെസ്സേജ് ചെയ്യുമായിരുന്നു. ജിസ്മോൾ മെസ്സേജ് ചെയ്തു എന്നാണ് ഈ അനീച്ചാര് പറയുന്നത്. അതായത് ഇവര് ഞായറാഴ്ച വിളിക്കുകയും യുകെയിൽ നിന്ന് വിളിക്കുകയും പുള്ളിക്കാരത്തി എടുക്കാതെ ഇരിക്കുകയും അത് കഴിഞ്ഞൊരു മെസ്സേജ് വന്നു, രാമപുരത്തെ രണ്ട് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്, അതാണ് ലാസ്റ്റ് നടന്നത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോ ബാക്കി ഞായർ കഴിഞ്ഞിട്ട് തിങ്കള് ചൊവ്വാഴ്ച അത് നടക്കുന്നത്. ഈ ഗ്യാപ്പിനെ പറ്റി ഇവരെ പറ്റി ഒന്നും അറിയുന്നില്ല, ഈ ജിസ്മോളെ പറ്റി ഒന്നും വീട്ടുകാർ അറിയുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 34 വയസ്സേ ഉള്ളൂ. ഈ കല്യാണം കഴിച്ച് വിട്ട ഉടനെ അവര് തമ്മിൽ അച്ഛന് മകളെ പോയെന്നുള്ള അല്ല, മകൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാകുക, അല്ലെങ്കിൽ കുടുംബം എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ ജിസ്മോളുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ കോട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ആശയമാണ് പറയുന്നത്. ജ്ഞാനായ സമൂഹത്തില് അവരൊരു പ്രത്യേക ക്രിസ്ത്യാനികളിൽ തന്നെ അവര് ബാക്കി ക്രിസ്ത്യാനികളെ ഒന്നും കല്യാണം കഴിക്കത്തില്ല. അവർക്ക് തന്നെ അവരുടെ പള്ളിയിൽ കുർബാന കൂടാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ നാളെ സാറ്റർഡേ ആണ് ജിസ്മോളുടെ ഫ്യൂണറൽ വെച്ചിരിക്കുന്നത്, അടക്കം വെച്ചിരിക്കുന്നത്. അത് പാലായിലാണ് വെച്ചിരിക്കുന്നത്. കാര്യം എന്താ, ഇന്ന് വെക്കാൻ പറ്റത്തില്ല. അവിടെ കുറെ ചർച്ചകളൊക്കെ ട്രസ്റ്റി ആയിട്ട് വേണം. കാര്യം കെട്ടിച്ചു വിട്ടിടത്താണ് അടക്കം നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കല്യാണ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുടുംബപരമായിട്ട്, അതായത് ഇവരുടെ സമുദായം എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള സമുദായമാണ്. ആ സമുദായത്തില് ഡിവോഴ്സ് റേറ്റ് കുറവാണ്, ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ട്. അപ്പോൾ ഈ വീട്ടുകാര്, അതായത് ജിസ്മോളുടെ വീട്ടുകാര് വിചാരിക്കും, കാര്യം തൊണ്ണമാങ്കൽ വലിയ ഫാമിലിയാണ്, ബസ്സും കോപ്പും ഒക്കെയുള്ള ഫാമിലിയാണ്, നമ്മൾ ഇച്ചിരി ഒതുങ്ങി നിൽക്കണം, എന്തും കോംപ്രമൈസ് ചെയ്യണം, അവളൊരു അടിമയെ പോലെ ജീവിക്കണം, ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്, അല്ലെ? അവക്ക് ആരും സഹായമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇത്രയും അറിവുള്ള, ജ്ഞാനമുള്ള, അതായത് നിയമത്തിനെ പറ്റി ജ്ഞാനമുള്ള ഒരു സ്ത്രീ, ഒരു പൊളിറ്റീഷ്യനായ ഒരു സ്ത്രീ ഒരു ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയായി പോയി. ഇനിയും ഇങ്ങനെ ഒരു സമൂഹത്തില് ഇതുപോലെ ഒരു സാധനം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ സമൂഹം നമ്മളെ എങ്ങനെ കാണണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ആപത്തിലേക്കാണ് അത് നയിക്കുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, അയ്യോ അത് അവിടെ പോലീസ് അറിയിച്ചാൽ അല്ലെങ്കിൽ നിയമത്തെ അറിയിച്ചാൽ സമൂഹം എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ കല്യാണം തോറ്റു, അല്ലെ എന്റെ മോടെ കല്യാണം തോറ്റു എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്.
സമൂഹം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞിട്ടാണ് സമൂഹം. നമ്മളാണ് നമ്മളെ സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെ? അപ്പം സമൂഹം എന്ന് പറയുന്ന ഒരു ചിന്താഗതി, ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളുടെ വരും തലമുറയിൽ ഇത് ഇനി ഉണ്ടാകത്തില്ല. കാര്യം ഇപ്പോഴത്തെ പിള്ളേരെ കൂടുതലായിട്ടും അവർക്ക് ധൈര്യം, കാര്യം അവർക്ക് എന്തിനോടും ചോദ്യമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ ഈ കുട്ടി 34 വയസ്സേ ഉള്ളൂ, ഭയങ്കര മോശമായിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു മരണമായി പോയി. കുഞ്ഞു പിള്ളേര് അതൊരിക്കലും ഉണ്ടാകാതെ ഇരിക്കട്ടെ. പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ട് സ്വന്തം ഭാര്യയോട് കണക്ക് പറയുക. അവൻ പുരുഷനല്ല, അവൻ പൗരുഷമുള്ള ഒരു പുരുഷനല്ല. അവിടെ ആ ഒരു കല്യാണത്തിന് വിലയില്ല. അങ്ങനെയുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കോംപ്രമൈസ് ചെയ്ത് മകളെ പിന്നെയും കയറ്റി വിടുക എന്ന് പറയുന്നത് ആ കുട്ടിയെ ജീവനോടെ കൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇനിയുള്ള സമൂഹത്തില് നമ്മുടെ മകളെ ഒരു അറേഞ്ച് മാരേജ് നടത്തി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തി കൊടുത്താൽ, എപ്പോഴും നമുക്ക് ഒരു മകളായി തന്നെ നമ്മൾ അതിനെ കാണുക. അവർക്ക് എന്തൊരു സങ്കടം വന്നാലും നമ്മൾ കൂടെ നിൽക്കുക. സമൂഹം ഒരിക്കലും ഒരു സ്ത്രീയെയും ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിടരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്.